ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റോബർട്ട് ലെവൻഡോസ്കിയുടെ ബാഴ്സയുമായുള്ള കോൺട്രാക്റ്റ് ഈ സീസണോട് കൂടി പൂർത്തിയാകും. ഈ കോൺട്രാക്റ്റ് പുതുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ബാഴ്സയ്ക്ക് ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. ലെവൻഡോസ്കി ഇപ്പോഴും നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഹാട്രിക് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ എഫിഷ്യൻസി ഉള്ള ഒരു സ്ട്രൈക്കറെയാണ് ബാഴ്സയ്ക്ക് ഇപ്പോഴാവശ്യം. ലെവൻഡോസ്കിയുടെ പ്രായം പരിഗണിക്കേണ്ടതുണ്ട്. ദീർഘകാലത്തേക്ക് ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് ബാഴ്സ ഇപ്പോൾ ഉള്ളത്. ഹൂലിയൻ ആൽവരസിനെയാണ് അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ലെവൻഡോസ്കിക്ക് ബാഴ്സലോണയിൽ തന്നെ തുടരാനാണ് താല്പര്യം. ഒരു സെക്കൻഡറി റോളും ഏറ്റെടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ ബാഴ്സ കോൺട്രാക്റ്റ് പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വിരമിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നത് എന്നൊക്കെയാണ് കാറ്റലൻ മാധ്യമമായ സ്പോർട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: വരുന്ന സീസണിലും ബാഴ്സയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലെവൻഡോസ്കി ഒരുക്കമാണ്. അതിനുവേണ്ടി സെക്കൻഡറി റോൾ ഏറ്റെടുക്കാൻ വരെ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് അടുത്ത സമ്മറിൽ പുതിയ ഒരു സ്ട്രൈക്കറെ ബാഴ്സലോണ കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ ബാക്കപ്പ് ഓപ്ഷനായിക്കൊണ്ട് ലഭിക്കുന്ന കുറച്ച് മിനിറ്റുകളും കളിക്കാൻ ഇപ്പോൾ ലെവൻഡോസ്കി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ലെവയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ബാഴ്സലോണയിൽ സെറ്റിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി പുറത്തേക്ക് പോവാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ബാഴ്സ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ലെങ്കിൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഒരുപാട് ഓഫറുകൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ബാഴ്സലോണ വിട്ടു പോവാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല എന്നാണ് സ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇനി ഒരു വർഷത്തേക്ക് കൂടി ബാഴ്സലോണ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. വരുന്ന സമ്മറിൽ എന്തായാലും ഒരു മികച്ച സ്ട്രൈക്കറെ കൊണ്ടുവരാൻ തന്നെയാണ് ക്ലബിൻ്റെ തീരുമാനം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.